അപ്പോൾ എത്ര ലിറ്റർ ഒഴിക്കും ഒരു പാത്രത്തിൽ ഇതുപോലെ ഡിഷിനകത്ത്? ഇത് 500 1 ലിറ്ററിൻ്റെ കപ്പ. ഇങ്ങനെയാണ് ഇത്. എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ നമ്മുടെ പയ്യാവൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ തോമസ് ചേട്ടനുണ്ട്. അപ്പോൾ പപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് റബ്ബർ ടാപ്പിംഗ് ആണ് ഇന്ന് നോക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു റബ്ബറിൻ്റെ A to Z കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ രാവിലെ സംസാരിച്ചപ്പോൾ കിട്ടി. അപ്പോൾ നമുക്ക് ഫീൽഡിൽ വന്ന് അപ്പോൾ ഒരു വീഡിയോ ചെയ്തു തരാമെന്ന് പറഞ്ഞു. നമസ്കാരം പപ്പേ. നമസ്കാരം. അപ്പോൾ എത്ര വർഷമായി പപ്പ ഈ ഫീൽഡിലോട്ട് വന്നിട്ട്? ഞാൻ 15 വർഷം നേരെയായി. എത്ര? 15 വർഷം. അപ്പോൾ ഈ ടാപ്പിങ്ങിനോടൊപ്പം നമുക്ക് ഈ A to Z കാര്യങ്ങൾ റബ്ബറിനെ പറ്റി ഞാൻ ചോദിക്കാൻ പറ്റി ഒന്ന് ആൻസർ ചെയ്യണം. നമുക്ക് എത്ര ഇനം റബ്ബറുകളാണ് നിലവിൽ ഉള്ളത്? നമ്മുടെ ഏരിയയിൽ 1 105, 2 414, 3 430, പിന്നെ GT1 ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇവിടെ പ്രാബല്യമായിട്ട് ഒരു പാല് കുറവാണ്. 105 ഇപ്പോൾ ഏറ്റവും ഇവിടെ മികച്ചു നിൽക്കുന്നത് ഈ കണ്ണൂർ ജില്ലയിൽ. അതിനാണ് പാല് കൂടുതലുള്ളത്. പിന്നെ ഈ കാലാവസ്ഥ ചൂടുള്ള മേഖല, തണുപ്പുള്ള മേഖല, അങ്ങനെ തിരിച്ചൊക്കെ റബ്ബറിന് അങ്ങനെയില്ല. ചൂട് റബ്ബറിന് ഏത് സമയത്തും ചൂട് മേഖല ഇവിടെ പറ്റും. അല്ലാതെ പ്രത്യേകിച്ച് നനച്ചു കൊടുക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. അതിന്റെ വളപ്രയോഗങ്ങൾ വളം എല്ലാ വർഷവും ചാണകം ഇടണം, രാസവളവും ഇടണം. രണ്ടും ചെയ്യുന്നവരുണ്ട്. രാസവളം തന്നെ ഇടുന്നവരുണ്ട്, ചാണകം തന്നെ ഇടുന്നവരുണ്ട്. രാസവളം കഴിവതും കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏത് കൃഷിക്കാണെങ്കിലും. ഏത് കൃഷിക്കാതെ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ കർഷകൻ ഒരു റബ്ബർ തൈ പകുതി വാങ്ങിക്കുമല്ലോ. അത് വാങ്ങി തൈ നട്ടതിന് ശേഷം എത്രാം വർഷം തൊട്ട് നമുക്ക് പാല് ഇതുപോലെ റബ്ബർ വെട്ടി തുടങ്ങാം? ഞങ്ങൾ പോയി ഇവിടെ റബ്ബർ നേഴ്സറി പോയിട്ട് കോൽത്തൈ മേടിക്കുന്നവരുണ്ട്, കൂടെ മേടിക്കുന്നവരുണ്ട്. നേഴ്സറി തന്നെ കൂടത്തൈ കിട്ടും ഒരാണ്ടത്തെ. പക്ഷേ അത് ഇത്രയും പൊക്കത്തിൽ കിട്ടുള്ളൂ. ഒരു അടി 1.5 അടി പൊക്കത്തിൽ കൂടത്തൈ കിട്ടും. അത് മേടിച്ച് നമ്മളിവിടെ കൊണ്ട് ആ ചോറം വിട്ട് അത് കുഴി കുത്തി, പിന്നെ 1 അടി സവസദരത്തിൽ കുഴി കുത്തി ആ കുഴി മൂടിയിട്ട് അതിനകത്ത് ഈ കുളത്തൈ ഇറക്കി വെച്ച് ലെവലായിട്ട് ബഡിൻ്റെ താഴെയായിട്ട് മണ്ണിട്ട് കണ്ടീഷനാക്കും. എന്നിട്ട് അതിനെ പിന്നെ കുറേശ്ശെ വളം കൊടുത്തിട്ട് ശരിയായ രീതിയിൽ വളവും കൃഷിയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ 7ാമത്തെ വർഷം നമുക്കത് ടാപ്പിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആ 7ാം വർഷം മതി. 7 വർഷം മതി. ഒരു റബ്ബറിൽ നിന്നും ഒരു മരത്തിൽ നിന്നും ആരോഗ്യമുള്ള ഒരു റബ്ബർ മരത്തിൽ നിന്ന് എത്ര ലിറ്റർ വരെ കിട്ടാം ഒരു ദിവസം? ആരോഗ്യമുള്ള മരത്തിൽ നിന്നും പിന്നെ ഒരു ശരാശരി ഒരു ദിവസം ഒരു 900 ഗ്രാം ചട്ട അതിനനുസരിച്ചുള്ള. അതിപ്പോൾ വെച്ചേക്കുന്നത് എത്ര? ഇത് 600-ൻ്റെ. അപ്പോൾ 900 വരെ കിട്ടും. 900 വരെ വലിയ കിട്ടും. ഓക്കെ. ഏത് സീസണാണ് അതിന് ബെറ്റർ ആയിട്ടുള്ള? ഏറ്റവും സീസൺ നല്ലത് പിന്നെ നവംബർ, ഡിസംബർ, ജനുവരി. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പാല് കിട്ടും. തണുപ്പുള്ള സമയമാണ്. ആ സമയത്താണ് പാല് കൂടുതൽ കിട്ടുന്നത്. ഫെബ്രുവരി മാർച്ചോടുകൂടി റബ്ബറിൻ്റെ ഇല കൊഴിയും, പിന്നെ പുതിയ കിളിപ്പ് വരും, പിന്നെ പാല് കുറയും. അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് വെട്ടി നിർത്തും. പിന്നെ മാർച്ച് പകുതി കഴിഞ്ഞിട്ട് വീണ്ടും ഈ തണുപ്പുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്നത്. അപ്പോൾ ഞാൻ മമ്മിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ നമ്മുടെ ഇലയൊക്കെ നോക്കിയിട്ടാണ് പൊഴിഞ്ഞിട്ട് 2ാമത് കിളുത്ത് വന്നത്. അപ്പോൾ ഏത് സമയത്താണ് ഇത് വെട്ടാണ്? ഇപ്പോൾ ഇല നോക്കി മൂപ്പത്തി ഇല ആവണം എന്നൊക്കെ മമ്മി പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് ഒന്ന് ക്ലിയർ? അത് ഇലയ്ക്കൊരു മുഴുപ്പ് പറഞ്ഞു. ഇത് ഈ കാണുന്നത് തളുപ്പ് ഇലയാണ്. അതിൻ്റെ അപ്പുറം കാണുന്ന ഇല മൂത്തു. അങ്ങനെ ആ മൂത്ത് കഴിയുമ്പോൾ ഇല കൂടുതലും പാല് കൂടുതൽ. അപ്പോൾ ഇലയൊന്നും പൊഴിക്കുന്ന സമയം പാല് കുറവാണ്. അപ്പോൾ ഇല ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഈ ഒരു ഫീൽഡിലോട്ട് ആദ്യമാണ് ഒരാളെ ഇങ്ങനെ പറഞ്ഞു തരാൻ കണ്ടത്. അതുകൊണ്ട് എത്ര ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ടാപ്പ് ചെയ്യുന്ന സമയം ഒരു ദിവസം ആണ് 1.5 ടാപ്പ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഡെയിലി പട്ടവരപ്പുണ്ടാവും, മരത്തിന് ക്ഷീണമുണ്ടാവും, അതുപോലെ പാലുൽപാദനം വരത്തില്ല. അപ്പോൾ എത്ര വർഷമാണ് ഒരു റബ്ബർ മരത്തിൻ്റെ ആയുസ്? നമ്മുടെ ടാപ്പിംഗ് പോലെ ഇരിക്കും. വലിയ മഴയൊന്നും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ 22 വർഷം വരെ നമുക്ക് ടാപ്പിംഗ് ചെയ്യാൻ പറ്റും. ഒരു മരത്തിന്റെ ആയുസുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണൊന്ന് ടാപ്പ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് ആ കത്തിയുടെ പറ്റി പ്രത്യേകത? ഇതാണ് കത്തി. റബ്ബർ കത്തി പ്രത്യേകം ഇങ്ങനെയാണ്. ഇതിന് 6 വശമുണ്ട്. ഇതൊരു കോണ്, ഇതൊരു കോണ്, ഇതൊരു കോണ്, ഇത് കോണ്. നമ്മൾ ഈ കത്തിയുടെ മുറിവ് കിട്ടുവാണെങ്കിൽ 6 മുറിവായി. ഒന്ന് ചെത്തുമ്പോഴാണ് അല്ല നമ്മൾ ശരീരത്തിൽ കൊള്ളുമ്പോൾ കൊള്ളാതെ നോക്കണം. ഇതിൻ്റെ ഈ വശം കൊണ്ടാണ് നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്നത്. ഞാൻ ചെയ്ത് കാണിച്ചു. ഇതാ വിട്ടുപാടിങ്ങനെ കുറച്ചെടുക്കും. എന്നിട്ട് ഇതിങ്ങനെ പതുക്കെ കിട്ടിയാൽ പോലെ. പതുക്കെ മതി.
അപ്പോൾ എത്ര ഇഞ്ച് കനത്തിൽ പോകുന്നുണ്ടത്? ഇതാണ് ഈ ഇഞ്ച് കനത്തിലാണ് നമ്മൾ വെട്ടുന്നത്. ഓ, അത് നമ്മളെ എക്സ്പീരിയൻസ് ആകുമ്പോൾ തന്നെ കിട്ടും. അത് ഇങ്ങനെ നമ്മൾ വെട്ടി ഇങ്ങനെ വെട്ടി എടുക്കും. അപ്പോൾ ഈ റബ്ബർ മരത്തിൻ്റെ പ്രത്യേകതയാണോ ഇത് മുമ്പ് വെട്ടിയേക്കുന്നത്? ഇങ്ങനെ ഈ ഒരു ചാൽ അടഞ്ഞടഞ്ഞു പോവോ? ഇതിങ്ങനെ മൂടി വരും. അതാണ് ഈ കറുത്ത പാട് കാണുന്നത്. കറുത്ത പാട് വന്ന ഇത് ഏകദേശം ഒരു മരത്തിന് പകുതി വശമെങ്കിലും നമ്മൾ എടുക്കണം അല്ലേ? ഇതിങ്ങനെ ഇപ്പോൾ കയ്യെത്താൻ ദൂരത്ത് നമുക്ക് വെട്ടാം. ഓ, ഇങ്ങനെ ചുറ്റി അല്ല, അങ്ങനെയല്ല. ഇതിന് പകുതി കണ്ടേ എടുക്കാവുള്ളൂ. ഈ പകുതി നമുക്ക് ഇവിടെ ഇങ്ങനെ അടിവശം വരെ കൊണ്ടുപോവാം. അപ്പോൾ അതൊരു 10 വർഷം 12 വർഷം വരെ കൊണ്ട് തീരുള്ളൂ അവിടെ. ഓ, താഴെ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് മോള് മൂടി വരും. പിന്നെ നമുക്ക് ഈ വശം എടുക്കാം. അതും അതേപോലെ വെട്ടി താഴെ വരെ. അപ്പോൾ ആദ്യത്തെ ഒരു പകുതിയാണല്ലേ നമ്മൾ എടുക്കുന്നത്? ആദ്യം നമുക്ക് കയ്യെത്തത്തിൽ രീതിയിൽ എടുക്കുള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഏറെ കാലാവധി എത്തുമ്പോൾ നമ്മൾ ഷോർട്ട് അടിക്കും. ഷോർട്ട് അടിക്കുന്ന ഈ നേരെ കമത്തുകൊട്ട ഇട്ടിട്ട് നേരെ നീളത്തേക്ക് കയറും. മുകളിലോട്ട് കയറി ഏണി വെച്ച് കയറുന്നവരുണ്ട്. അതിനെ നമ്മൾ മുകളിലോട്ട് കയറി റബ്ബർ വെട്ടും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒട്ടുപാല് വീണ് തുടങ്ങിയല്ലേ? പാല് വീണു. അപ്പോൾ ഇത് ഇപ്പോൾ 600 മില്ലി കിട്ടുമോ? ഇതിപ്പോൾ കിട്ടിയല്ല. അത് ഈ സമയത്ത് മഴക്കാലത്ത് കിട്ടും. നമ്മൾ പ്ലാസ്റ്റിക് ഇടും മഴക്കാലത്ത്. ജൂണിന് മെയ് 15 കഴിയുമ്പോൾ ഓരോ മനുഷ്യരും അവരുടെ പ്ലാസ്റ്റിക് ഇടും. പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മഴക്കാലത്ത് വെട്ടാം. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പാല് കിട്ടും. ഈ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ നമ്മുടെ ഈ റബ്ബർ അല്ലാതെ വേറെന്ത് കൃഷിയൊക്കെ ഉള്ളത്? റബ്ബർ അല്ലാതെ കൂടുതൽ പിന്നെ ഉള്ളത് തെങ്ങ്, കശുമാവ്. പിന്നെ പിടിക്കത്തുള്ളൂ ഇവിടെ. ഇവിടെ പിടിക്കത്തുള്ളൂ. പിന്നെ കവുങ്ങ് നനയ്ക്കാൻ സൗകര്യമുള്ളവർ കവുങ്ങ് നടും. അപ്പോൾ ഈ പച്ചക്കറി അങ്ങനെയുള്ളതൊന്നും ഇവിടെ? പച്ചക്കറി ഓരോരുത്തർ സ്വന്തമായിട്ട് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ആയിട്ട് പച്ചക്കറി വിവിധമായിട്ടുള്ള രീതിയൊന്നും ആർക്കും ഇവിടെ ഇല്ല. അവർക്ക് അത്യാവശ്യമുള്ള ചുറ്റുവട്ടം മാത്രം ഉള്ളവർ അത്യാവശ്യം നല്ല തെളിവ് വേണം, തെളിച്ചം വേണം. അങ്ങനെയുള്ളവർക്ക് പച്ചക്കറി നടുകയുള്ളൂ. പപ്പയ്ക്കിപ്പോൾ ഇവിടെ എത്ര റബ്ബർ മരമുണ്ട്? എനിക്കിവിടെ എല്ലാം കൂടെ കൂടി ഇത് 100 മരം ഇവിടെ താഴെയുണ്ട്. ഈ 100 മരത്തിൽ നിന്ന് നമുക്ക് എത്ര ലിറ്റർ കിട്ടാം? എനിക്ക് ഷീറ്റ് നമ്മൾ രീതിയിൽ കളിക്കുന്നത് 9 ഷീറ്റ് 10 ഷീറ്റ് വരെ. ഇവർ 2 രീതിയിൽ ഇത് വിൽക്കുന്നുണ്ട്. ഇപ്പം ഇതുപോലെ ചിരട്ടയ്ക്കകത്ത് ഒട്ടുപാലായിട്ട് കൊടുക്കുന്നുണ്ട്. ചട്ടപ്പാൽ പറിച്ചിട്ട് ഉറച്ചെടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഷീറ്റാക്കി മാറ്റും. ഒട്ടുപാലായിട്ട് ചട്ടപ്പാലുമായിട്ട് ഒട്ടുപാലായിട്ട് എടുക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏറ്റവും ലാഭം ഈ ഒട്ടുപാലായിട്ട് കൊടുക്കുന്നതാണോ ഷീറ്റായിട്ട് കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഷീറ്റായിട്ട് നമ്മൾ എവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഉറങ്ങി വയ്ക്കും. ഷീറ്റ് റബ്ബർ പാൽ എടുത്തിട്ട് ഓരോ അളവിൽ ഒഴിച്ചിട്ട് അതിന് ആസെറ്റ് ഒഴിച്ചിട്ട് ഇളക്കി വെച്ചിട്ട് നമ്മൾ മിഷൻ ഇവിടെ തന്നെ ഉണ്ടോ? നമുക്ക് തന്നെ ഇവിടെ തന്നെ നമ്മൾ ചുറ്റുവട്ടമുണ്ട്, മിഷനുണ്ട്. മിഷൻ കൊണ്ടുപോയിട്ട് ഒഴിച്ചിട്ട് ഷീറ്റ് അടിച്ച് ഷീറ്റ് കൊണ്ടു നമ്മൾ വെയിലത്തിട്ട് ഉടക്കി. അപ്പോൾ ആ ആസിഡിനകത്ത് നമ്മൾ പുകയത്തിടണ്ട. വേനൽക്കാലത്ത് പുകയത്തിടണ്ട, വെയിലത്തിട്ട് അതിന് പ്രത്യേക കെമിക്കലുണ്ട് ഈ ആസിഡിനകത്ത്. അപ്പോൾ അങ്ങനെ ആ ഷീറ്റ് ഉണക്കിക്കൊണ്ട് നമ്മൾ കടയിൽ കൊണ്ട് കൊടുത്താൽ 4 ഷീറ്റായിട്ട് ടോപ്പ് വരെ കിട്ടും. ഏകദേശം എത്ര വരെ കിട്ടും നമുക്ക്? ഇപ്പൊ 230 വരെ ഉണ്ട് കിലോയ്ക്ക്. ഒരു ഷീറ്റ് എത്ര? 650-700 ഗ്രാം വരും ഒരു ഷീറ്റ്. അതിൽ കൂടുതലാക്കുന്ന ഷീറ്റ് ഇതാവുകയല്ല. അതിനും പ്രശ്നമുണ്ടല്ലേ? അതിനും പ്രശ്നമുണ്ട്. ഷീറ്റിന് കട്ടി പിടിക്കഴിഞ്ഞാൽ ഉണക്ക് ഷീറ്റ് ക്ലിയർ കിട്ടിയല്ല. 650-700 ഗ്രാമാണ് മാക്സിമം ഒരു ഷീറ്റിന് കണക്കായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു എത്ര ഷീറ്റ് നമുക്ക് ഈ ഒരു 100 ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മാക്സിമം? എങ്ങനെ എത്ര ഷീറ്റ് നമുക്ക് കിട്ടും? എത്ര കിലോ? അപ്പോൾ ആവറേജ് പറഞ്ഞാൽ മതി. 100 മരത്തിനുണ്ടെങ്കിൽ 8-9 കിലോ വരെ കിട്ടും. അതിപ്പോൾ ഒന്നരാടം നമുക്ക് ഒന്നരാടം കിട്ടും. ഓക്കെ. അപ്പോൾ രാവിലെ തന്നെ വേറെ തോട്ടത്തിലും വെട്ടി കൊടുക്കാൻ പോകുന്നില്ല? ഉണ്ട്. വേറെ 2 തോട്ടം വെട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കാണാൻ പറ്റും. അവിടെയാണ് വെട്ടുന്നുണ്ടല്ലോ. ഞാൻ പാലെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓഫ് സീസൺ ആണെന്ന് ഓൾറെഡി പറഞ്ഞില്ലേ? തളിരലയാണല്ലോ. നമുക്ക് അവിടെ ഒന്ന് കാണിച്ചു തരാമോ? ഓക്കെ. ഇത് കാറ്റടിക്കുമ്പോൾ പാള ചൂടുന്നതാണ് ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫീൽഡിൽ വന്നതല്ലേ? വീട്ടിൽ വന്നാണ് ഇപ്പോൾ പാലെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് വെട്ടി വെച്ച് പാല് എടുക്കുന്നതാണ്. ഇപ്പം പാല് കുറവാണ്. അത് ഈ ചൂട് കൂടുന്നതുകൊണ്ടാണോ? ചൂട് കൂടുന്നുണ്ട്. പിന്നെ കാറ്റുകൊണ്ട് ചൂട്. പിന്നെ ഇല മുക്കി ഇപ്പോൾ ഇത് തണുത്ത് വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് പാലിപ്പോൾ കുറയും. സ്വൽപ്പലയാ. ഇപ്പോൾ കാറ്റ് അതോ വീശുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ ചെത്തി വെച്ചിട്ട് എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് എടുക്കാം? ഇത് ചെത്തി വെച്ചിട്ട് 1 മണിക്കൂർ, ലാസ്റ്റ് മാക്സിമം 1.5 മണിക്കൂർ മതി. അപ്പോൾ രാവിലെ എപ്പോൾ ഒരു ചെത്തി വെക്കാനാണ്? ഞാൻ 6 മണിക്ക് തുടങ്ങും. 6 മണിക്ക് തുടങ്ങും. ആ തണുപ്പത്ത് തന്നെ അല്ലേ? അതിന് നേരത്തെ തുടങ്ങിയാൽ കൂടുതൽ പാല് കിട്ടുമോ? അതിന് രാത്രി പോയി വിട്ടുന്ന അതിൽ കൂടുതൽ പാല് കിട്ടും. നേരം വെളുത്തപ്പോൾ കാറ്റ് തുടങ്ങിയോണ്ട് പാല് കുറഞ്ഞു. ഈ മേഖലയിൽ ഈ റബ്ബർ തന്നെയല്ലേ പ്രധാന വരുമാനം? എല്ലായിടത്തും മൊത്തത്തിൽ റബ്ബർ തന്നെയാണ്.
അപ്പോൾ ഇനി ഇത് നമ്മൾ വെട്ടിയിട്ട് നമ്മൾ ഷീറ്റാക്കി കൊടുക്കണം അല്ലേ? ഇത് ഇനി ഉറ ഒഴിച്ച് നമ്മൾ ഷീറ്റ് അടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു പ്രോസസ്സോടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമോ? അത് ഇവിടെ നമുക്ക് ഉണ്ട് ഒരു. ഓക്കെ. ഇത് പാലത്ത് ഉറ വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ. ഞാൻ അധികം കണ്ടിട്ടില്ല ഇങ്ങനെ ഈ ഒരു ഫീൽഡ്. അതാണ് ഞാൻ കൗതുകം ഒന്ന് വീഡിയോ എടുത്തേ. ഇത് ഒരു 1/4 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഉറഞ്ഞു കിട്ടും. ഇവിടെ കൈതച്ചക്കൊക്കെ ഉണ്ട്. ഇതൊരു കൃഷിയാക്കി വെച്ചേക്കുന്നതാണോ അതോ? ഇത് കൃഷി എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ അതിലൊരു ഓരോന്ന് നട്ടതാ. പിന്നെ ഇത് പടർന്നങ്ങ് ഇത് വലിയ കൈച്ചക്കൊന്നും ഉണ്ടാവില്ല. പന്നി ശല്യമുണ്ട്, കാട്ടുപന്നിയുടെ ശല്യമുണ്ട്. അത് വന്ന് തിന്നും. അപ്പോൾ ഇപ്പം ഈ പപ്പ ഇപ്പം നോക്കുന്ന ഈ തോട്ടത്തിൽ എത്ര ചെടിയുണ്ട്? അല്ല, റബ്ബർ മരം. ഇത് പിന്നെ 100 മരത്തിൽ താഴെയുള്ളൂ. 100 മരത്തിൽ താഴെയുള്ളൂ. അപ്പോൾ ഒരു റബ്ബർ മരത്തിൽ നമുക്ക് ടാപ്പിങ്ങിന് കിട്ടുന്ന 3 രൂപയല്ലേ ഒരു മരത്തിന് 3 രൂപ. അപ്പോൾ നമുക്ക് അതിന് ഷീറ്റ് എടുക്കുന്ന കൂടെ ഒന്ന് കാണിച്ച് പഠിപ്പിക്കണേ. ഇതൊക്കെ പപ്പ വെച്ചേക്കുന്നല്ലോ ഇത് അതല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് ഷീറ്റ് അതിൽ ഡിഷ് ഇച്ച് കഴുകണം. കഴുകിയിട്ട് വേണം ഉറയൊഴിക്കാൻ. ഞാനിപ്പോൾ ഈ പറമ്പിലുള്ള കോമൺ കിണറാന്ന് തോന്നുന്നല്ലോ അത്. ഈ പറമ്പിൻ്റെ ഉടമസ്ഥൻ്റെ കിണറായത്. ഞാനിപ്പോൾ പുള്ളാട്ടി തൊട്ടിക്കകത്ത് കൊണ്ടുവരാത്തോണ്ട് കുറച്ചിപ്പം ഒഴിച്ചു വെക്കുക. എന്നിട്ട് വേണം ബാക്കി എടുക്കാൻ. ഇങ്ങനെ അരിപ്പ് വെച്ച് വേണം അരിച്ചെടുക്കണം കരടൊക്കെ. ഇപ്പോൾ എത്ര ലിറ്റർ ഒഴിക്കും ഒരു പാത്രത്തിൽ ഇതുപോലെ ഡിഷിനകത്ത്? ഇത് 500 1 ലിറ്ററിൻ്റെ കപ്പ. ആ ഫുൾ ഒഴിക്കുമല്ലേ? ഉള്ളു ഒഴിച്ചു കഴിഞ്ഞാൽ അരയും കൂടി ഒഴിക്കും. 1.5. അപ്പോൾ ഷീറ്റ് ഉണങ്ങി വരുമ്പോൾ 600 ഗ്രാം 650 കിട്ടും. 650 കിട്ടും. ഇതിപ്പം ഇനി ബാക്കി എടുക്കണം. ഇനി ബാക്കി എടുക്കാൻ വേണ്ടി പോവാ. ഇങ്ങനെ ഒരേ അളവിൽ പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിനനുഭാഗമായിട്ട് നമ്മൾ വെള്ളം കൂടെ ചേർക്കണം. വെള്ളം എന്തുവരെ ചേർക്കണ്ടേ? നമ്മൾ പാലത്ത് ഒഴിക്കുന്നു അതിൻ്റെ പകുതി. അപ്പോൾ 1.5 ലിറ്റർ ഒഴിച്ചാൽ അതിൻ്റെ പകുതി. ഇതിപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ വെള്ളം ഒഴിച്ചിട്ട് ആസിഡ് ഒഴിക്കുമ്പോൾ പിരിഞ്ഞ് നിൽക്കുമല്ലേ നമ്മുടെ സെപ്പറേറ്റ് ആയിട്ട്? ഇനി ഇതിന് കുറേ നമ്മൾ ആസിഡ് ഒഴിക്കും. റബ്ബർ മാത്രം കട്ട പിടിച്ച് കിടക്കും. വെള്ളം തെളിഞ്ഞ് വേറെ മാറിക്കിടക്കും. ഫോമിക് ആസിഡ് ഇതാണ് ആസിഡ്. ഇത് എന്തോരം ഒഴിക്കുന്ന ഒരു ഈ പാത്രത്തിന് ഒരു പാത്രം എത്ര മില്ലി ഉണ്ടത്? ഇത് 50 മില്ലി. 50 മില്ലി ഫോമിക് ആസിഡ്. ഇതിലോട്ട് വെച്ചിട്ട് ഈ കന്നാസിലെ 1 ലിറ്ററിൻ്റെ കന്നാസാണ്. ഇത് നിറച്ച് വെള്ളം ഒഴിക്കും. എന്നിട്ട് ഇതിൻ്റെ പകുതി എടുത്താണ് നമ്മൾ ഷീറ്റിലേക്ക് ഒഴിക്കുന്നത്. ഇങ്ങനെ 25 മില്ലി മതി. ഇങ്ങനെ ഒഴിക്കും. അത് കയ്യോടെ 2 വെച്ച് ഇളക്കണം. ഇങ്ങനെ ഇളക്കി കൊടുക്കണം. മിക്സ് ആക്കണം നന്നായിട്ട്. അങ്ങനെ ഇത് സെറ്റാവുള്ളൂ, കുറയുള്ളൂ. ഇത് നമ്മൾ ആസിഡ് ഒഴിച്ച ഭാഗം തന്നെ കട്ടിയായിട്ടൊക്കെ കിടക്കും. ബാക്കിയുള്ള ഭാഗം പാലായിട്ടും കിടക്കും.
അപ്പോൾ ഇവിടെ ഫോമിക്കാസിഡ് ഉണ്ടോ മേടിച്ച് 1 ലിറ്റർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും 50 മില്ലി എടുത്തിട്ടല്ലേ നമ്മൾ 950 മില്ലി ചേർത്ത് നേർപ്പിക്കുന്നത്? 1 ലിറ്റർ അതിനകത്തേക്ക് 50 മില്ലി ഒഴിച്ചു കൊടുക്കും. ഇതിനകത്തേക്ക് അതിനകത്ത് ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് എന്നിട്ട് ബാക്കി വെള്ളം ഫുള്ളായിട്ട് വെള്ളം നിറയ്ക്കും. അത്രയും നേർപ്പിച്ചിട്ടാണ് അതിൽ നിന്നാണ് നമ്മൾ 25 മില്ലി എടുക്കുന്നത്? 25 മില്ലി എടുക്കുന്നത്. ഓഹോ, അത് ആദ്യം പറഞ്ഞ എനിക്കൊരു സംശയം തന്നെ 1 ലിറ്റർ ഇങ്ങനെ വന്നേ. അപ്പം അത്രയും ഗാഢതയുള്ള ഒരു ആസിഡ് അല്ലേ? ഓക്കെ, നല്ലൊരു പണിയുണ്ട്. ഇങ്ങനെ ഈ ആസിഡ് ഒഴിച്ചു കൊടുത്തിട്ട് എത്ര സമയം എടുക്കും ഇത് ഷീറ്റായിട്ട് വരാൻ? അരമണിക്കൂർ മതി ഉറയാൻ. എന്നിട്ടാണ് നമ്മളെടുത്ത് മിഷൻ വരെ കൊണ്ട് ഷീറ്റാക്കി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ പണി തീരും. നമ്മുടെ പണി തീരും. കൊണ്ട് ഇവിടെ ആരെ കൊണ്ട് വിരിച്ചിട്ടാൽ നമ്മുടെ പണി തീരും. ഓക്കെ ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമുക്കിനി അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം അല്ലേ? ഇപ്പം ഏകദേശം 20 മിനിറ്റ് ആയല്ലേ നമ്മൾ വെച്ചിട്ട്? ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് 20 മിനിറ്റ് ആയി. ഇനിയിപ്പോൾ എന്നാ ചെയ്യണ്ടേ? അരമണിക്കൂർ എന്നല്ലേ പറഞ്ഞേ? ഇനി ഇവനെ ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ട് കൈക്ക്. അതെ, കട്ട പിടിച്ചല്ലോ. വെള്ളം ഇതിലേക്ക് അബ്സോർബ് ആയല്ലേ? ഇതെന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് മൂക്കാൻ. എന്നിട്ട് ഇനിയും എത്ര മിനിറ്റ് വയ്ക്കണം? ഇനി 2 മിനിറ്റ് എടുത്താൽ മതി. അങ്ങനെ തിരിച്ചടിക്കുന്നു അല്ലേ? അങ്ങനെ ഇനി ഒട്ടിപ്പിടിക്കേ. എല്ലാം ഇങ്ങനെയാണല്ലോ? എല്ലാം ഇങ്ങനെയാണ്. ഒഴിച്ച് വെള്ളം കാണാനില്ല. അതെ അതെ. അപ്പം ഞങ്ങൾ ഇതാണ്ടേ ഷീറ്റെല്ലാം ഈ പാത്രത്തിൽ നിന്ന് എടുത്തു. ഇനി ഞങ്ങൾ ഷീറ്റ് അടിക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഷീറ്റ് അടിക്കാൻ പോകുന്നു. കൊടുക്കുന്നു. ഒറ്റ റൗണ്ടിൽ പരിപാടി കഴിയുമോ? ഒറ്റ റൗണ്ടിൽ പരിപാടി കഴിയുമോ? ഇത് കട്ടി പറഞ്ഞ് കിട്ടുന്നതേ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഇനി തിരിച്ച് നീളത്തിൽ ഒരു പറഞ്ഞോ, ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കണം. തിരിച്ചല്ലേ? രണ്ട് സൈഡിലോട്ടും ചെയ്യണം. 2 സൈഡിലും ചെയ്യണം. ഈ വെള്ളം നമ്മൾ വരുന്ന പാത്തി ഇട്ട് തന്നെയാണോ അത്? വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അത് പുറത്തേക്ക് വരുന്നു. അത് ഇത് കട്ടി പറയുന്നതനുസരിച്ച് ഇത് വെള്ളം പുറത്തേക്ക് വരുന്ന. ഒരു ഷീറ്റായി. ഇനി അത് അച്ചിപ്പ് വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള കട്ടിയിലേക്ക് ഇത് ഇങ്ങനെ പ്രഷർ ചെയ്ത് കൊണ്ടുവരണം. ഇതിങ്ങനെ മുറുക്കി കൊണ്ടുവരിക. ഇങ്ങനെ മുറുക്കുമ്പോൾ ഈ അച്ചിക്ക് ടൈറ്റ് ആവും. അപ്പോൾ അതനുസരിച്ച് ഇവിടെ കട്ടി കുറയും. ഈ ഒരു ഷീറ്റ് വരെ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? ഇന്നധികം പേരൊന്നുമില്ല. 2-3-4 പേരേ ഉള്ളൂ. ഇവിടെ അങ്ങനെ ആളില്ലല്ലോ അധികം. ഇനി നമ്മൾ അവിടെ നിന്ന് അടിച്ചു. ഷീറ്റിൻ്റെ കനം കുറച്ചു. ഷീറ്റിൻ്റെ ആകൃതിയിലാക്കി. ഇത് ഷീറ്റിൻ്റെ ആകൃതിയിലാക്കി. ഇനി നമ്മൾ ഇത് അച്ചു പതിപ്പിക്കണം. അതിന് വേണ്ടി ഇത് നമ്മൾ ഇറക്കി അച്ചകത്തോട്ട് വിടുന്നു. അപ്പോൾ ഈ ഷീറ്റ് ഈ ഡിസൈനായി. ഇനി വീണ്ടും അടിക്കണോ? ഇനി ഒന്നും ഒറ്റ പ്രസിങ്. ഇനി ഒന്ന് വെയിലത്ത് കൊണ്ടിട്ടാൽ മതി. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. മടക്കി വയ്ക്കുക, വെയിലത്ത് വയ്ക്കുക. ഷീറ്റായിട്ട് അവിടെ കടയിൽ കൊണ്ട് കൊടുക്കുന്നു അല്ലേ? ഇതധികം മുറുക്കത്തില്ല. ഈ ഇതായ കാരണേ കുളിരിപ്പോവും. അത് 2-3 വെക്കലേ കിട്ടും. ഇപ്പം നോക്കിയാൽ ഇതേ വരുന്നുണ്ടേ, നോക്കിക്കോ. ഇതാണ് കുറച്ച് മുറുക്കി. ഉണ്ടോ?
ശരി ശ്രമകരമായ പരിപാടിയല്ലേ. ഇത് മതി, ഇത്ര മതി. ഇനി ഇവിടെ ഇത് കാണിച്ചു തരാം. ഇനി അച്ചിലേക്ക് മാറ്റണം അല്ലേ? അതിലേക്ക് ഇത് ഫുള്ള് മുറുക്കണം, എന്നിട്ട് ശകലം വിട്ടാൽ മതി. അതിൽ അച്ച് ഡ്രസ്സിങ് ആവും. ഇപ്പം ആ ഡിസൈനിൽ വരും. ഈ ഡിസൈനിൽ വരും കേട്ടോ. ആ കാണാം കാണാം. ഇതുണ്ടോ? വര വീണ് വരാം കേട്ടോ. ഇതാണ് ഷീറ്റായി, ഷീറ്റിൻ്റെ ആകൃതി. ഓക്കെ ഓക്കെ. പോരെ? അപ്പോൾ ഏറ്റവും ലാഭം ഒട്ടുപാലെടുക്കുന്നതാണോ ഇതുപോലെ മെഷീൻ ചെയ്യുന്നതാണോ? പക്ഷെ അന്നേരം വില കൂടുതലുണ്ട്. ഇതിന് വില കൂടുതലുണ്ട്. മറ്റേ 120 രൂപ. ഇതിനിപ്പോൾ 172 രൂപ വരെയുണ്ട് ഇതിനിപ്പോൾ. 70 രൂപ. മറ്റേ 120 രൂപ കിട്ടുള്ളൂ. അങ്ങനെ വ്യത്യാസങ്ങളുണ്ടല്ലേ? വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയും പ്രോസസ്സൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഒരുപാട് നന്ദി. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? വാട്സാപ്പിൽ ഇട്ടോ, യൂട്യൂബിൽ ഇട്ടോ. യൂട്യൂബിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ കാണുന്നുണ്ട്, നമ്മളൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തരുന്നത്. നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ കാണും. ഓക്കെ. അപ്പോൾ ഒരുപാട് നന്ദി രണ്ടുപേർക്കും. ആയിക്കോട്ടെ. ഓക്കെ.